കൂട്ടുകാർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പായസമൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി നമ്മുടെ പഴവും ശർക്കരയും മാത്രം വെച്ചുകൊണ്ട് നല്ല പായസത്തിനെ വെല്ലുന്ന ഒരു ഐറ്റമാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാൻ നോക്കാം. ഐറ്റത്തിന്റെ പേരാണ് പഴനുറുക്കെന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഓരോ നാട്ടിലും ഓരോ പേര് അതിനെ അറിയുന്നത്. അപ്പൊ അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയുള്ള ഐറ്റം എന്ന് പറയുന്നത് ശർക്കര, തേങ്ങ ചിരകിയത്, അതുപോലെ തന്നെ ഏലക്ക, പിന്നെ അധികം പഴുക്കാത്ത ഈ കളറുള്ള പഴം. നമുക്ക് ഇതിനെ ആദ്യമായിട്ട് മുറിച്ച് പുഴുങ്ങാൻ വെക്കാം. നേരെ കപ്പ ചെണ്ടം പുഴുങ്ങുന്ന മാതിരി കട്ട് ചെയ്ത് നമുക്ക് എടുത്ത് റെഡിയാക്കി വെക്കാം. നമുക്കൊരു പഴത്തിന് ഏകദേശം 3-4 ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. നമ്മൾ കപ്പ പൊളിക്കും പോലെ പൊളിച്ചിങ്ങെടുക്കുകയാണ്. അപ്പൊ ചൂടായ വെള്ളത്തിലോട്ട് നമുക്ക് ഈ റെഡിയാക്കിയ സാധനം ഇട്ട് കൊടുക്കാം. ശർക്കരപ്പാനിക്കുള്ള ശർക്കര നമുക്കിനി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അപ്പൊ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നല്ല പതഞ്ഞു പൊങ്ങി കുറുകി ലായനിയായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്ക് വേവിച്ച് വെച്ചേക്കുന്ന പഴം ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കുക. അപ്പൊ നമ്മുടെ പാനിക്കകത്ത് കിടന്ന് നമ്മുടെ വേവിച്ച് വെച്ച പഴം ഇങ്ങനെ കുറുകി തിളയ്ക്കുന്നുണ്ട്. പൊടിച്ചു വെച്ച ഏലക്ക തൊണ്ടോട് കൂടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. അപ്പൊ നമ്മുടെ കുക്കിംഗ് ഏറെക്കുറെ കംപ്ലീറ്റ് ആകാറായി. നല്ല കുറുകി പറ്റി സെറ്റപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഏലക്കയുടെ ഒക്കെ നല്ല സ്മെല്ലാണ്. ഞാനിത് അടിച്ചിങ്ങനെ ഇരിക്കുവാണ്. ഇതൊന്ന് റെഡിയാക്കി ഇറക്കിയിട്ട് വേണം നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണം. പപ്പടം കൂടി ഇതിനൊപ്പം നമുക്ക് വെച്ച് കൊടുക്കാം. എന്നാലും പപ്പടം ഇങ്ങനെ എടുത്തിട്ട് പഴം പയ്യൊന്ന് ശർക്കരപ്പാനിയിൽ മുക്കി അന്യായി ചൂടട്ടോ. ചൂട് കാരണം കൈയിട്ട് എടുക്കാൻ പറ്റുന്നില്ല. പഴം എക്സ്ട്രാ പഴം ഇടേണ്ട കാര്യമില്ല കേട്ടോ. പായസം ആണെങ്കിൽ നമ്മൾ പഴം വേറെ അങ്ങനെ തരും. അത് ശരിയാ. ഇവിടെ പഴം നമ്മൾ ഇതിനകത്തേക്ക് ഈ പപ്പടം ഇങ്ങനെ പൊടിച്ചിട്ടേ പഴവും അതിന്റെ പാനിയിലും കൂടെ ഇങ്ങോട്ട് മുക്കിയിട്ട് ഇങ്ങനെ ചൂടോടെ ആയാലുള്ള പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ തിരുവോണ ദിവസമൊക്കെ പ്രഭാത ഭക്ഷണമായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. രാവിലെ തന്നെ മധുരം കഴിച്ച് അടിപൊളിയായിട്ട് അന്നാ പ്രിപ്പറേഷൻ ഒരു 10-15 മിനിറ്റ് സമയം മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റമാണ്. വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടാണ്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമന്റ് ചെയ്യാം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെ